ESI കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ESIയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലിയുള്ള നിങ്ങളുടെ പേരൻസിന് ആരെങ്കിലും, ഒന്നുകിൽ നിങ്ങളുടെ അച്ഛനാവാം അമ്മയാവാം, പാരൻസിൽ ആരെങ്കിലും ഒരാൾക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയുണ്ട്, അവർ ESI മെമ്പർഷിപ്പ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ESI കോട്ട, അതായത് 466ഓളം MBBS സീറ്റുകൾ റിസർവ്ഡ് ആണ്, ആ ഒരു കോട്ടയ്ക്ക് നിങ്ങൾ അർഹരായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ, അതായത് മെയ് 18 ലാസ്റ്റ് ഡേറ്റ്, അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ESIയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകണം. പക്ഷേ അതിന് 2024 സെപ്റ്റംബർ മുൻപ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ പേരൻസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളുടെ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ESI കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ മെയ് 18 മുമ്പായിട്ട് esic.gov.in എന്നാണ് നമ്മളുടെ വെബ്സൈറ്റ് വരുന്നത്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കോട്ടയിൽ നിങ്ങളുടെ കോളേജസ് കാണിച്ചു തരുന്നതായിരിക്കും.